ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം പൃഥുവിൻ്റെയും അർച്ചിസിൻ്റെയും അവരെ രണ്ടുപേരെയും രാജാവും രാജ്ഞിയുമാക്കിയിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ഓരോ ദേവന്മാരും അവരവരുടേതായ കാഴ്ചദ്രവ്യങ്ങൾ ഇവർക്ക് സമർപ്പിക്കുകയാണ്. 14-ാമത്തെ ശ്ലോകം. തസ്മൈ ജഹാര ധനതഃ ധനദോ ഹൈമം വീര വരാസനം വരുണഃ സലിലസ്രാവം ആതപത്രം സലിലസ്രാവമാതപത്രം ശശിപ്രഭം. ഹേ വീര എന്ന് വിതുരനെ വിളിക്കുന്നു. ധനദഃ വൈശ്രവണൻ കുബേരൻ, തസ്മൈ അദ്ദേഹത്തിന്, പൃഥു മഹാരാജാവിന്, ഹൈമം സ്വർണം കൊണ്ടുള്ള വരാസനം നല്ലൊരു സിംഹാസനം, ജഹാര സമ്മാനിച്ചു. ഇനി വരുണഃ വരുണദേവൻ, സലിലസ്രാവം സലിലം അതായത് വെള്ളം ഇറ്റുകൊണ്ടിരിക്കുന്ന സ്രാവം, അതങ്ങനെ ഊർന്നു വീഴുകയാണോ എന്ന് തോന്നിപ്പോകുന്നതും അങ്ങനെയും അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള ശശിപ്രഭം ചന്ദ്രനെ പോലെ പ്രഭ തൂകുന്ന ആതപത്രം കുട, അതായത് വെൺകൊറ്റ കുട. കുബേരൻ സ്വർണ സിംഹാസനവും വരുണദേവൻ വെൺകൊറ്റക്കുടയും സമ്മാനമായി കൊടുത്തു. തസ്മൈ ജഹാര ധനദോ ഹൈമം വീരാവരാസനം വരുണസലിലസ്രാവമാതപത്രം ശശിപ്രഭം. 15-ാമത്തെ ശ്ലോകം. വായുഃ ച വായുശ്ച വാലവ്യജനേ ധർമ്മഃ കീർത്തിമയീം സ്രജം ഇന്ദ്രഃ കിരീടം ഉത്കൃഷ്ടം കിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമഃ. വായുഃ വായുദേവൻ, വാലവ്യജനെ രണ്ട് ചാമരങ്ങൾ. ധർമ്മഃ ധർമ്മദേവൻ, കീർത്തിമയീം യശസ്സിന്റെ സ്വരൂപം തന്നെയായിട്ടുള്ള, കീർത്തി തന്നെയായിരിക്കുന്ന സ്രജം പൂമാല. ഇന്ദ്രഃ ദേവേന്ദ്രൻ, ഉത്കൃഷ്ടം വിശിഷ്ടമായ കിരീടം കിരീടവും. യമഃ യമൻ, സംയമനം അവനവനെ നിയന്ത്രിക്കുക എന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചെങ്കോൽ പോലെ ഒരു ദണ്ഡവും കൊടുത്തു. വായുദേവൻ ചാമരങ്ങളും, ധർമ്മദേവൻ മാലയും, ദേവേന്ദ്രൻ കിരീടവും, യമൻ ഒരു ദണ്ഡവും കൊടുത്തു. വായുശ്ച വാലവ്യജനേ ധർമ്മകീർത്തിമയീം സ്രജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമ. 16-ാമത്തെ ശ്ലോകം. ബ്രഹ്മ ബ്രഹ്മമയം വർമ്മ ഭാരതി ഹാരമുത്തമം ഹരിഹി സുദർശനം ചക്രം തത്പത്നി അവ്യാഹതാം ശ്രിയം. ബ്രഹ്മാവ് ബ്രഹ്മമയം വേദസ്വരൂപം തന്നെയായിട്ടുള്ള ഒരു വർമ്മ കവചം. ഭാരതി സരസ്വതി ദേവി ഉത്തമം ഹാരം ഉത്തമമായ ഒരു മണിമാല. ഹരിഹി മഹാവിഷ്ണു സുദർശനം ചക്രം സുദർശനം എന്ന ചക്രവും. തത്പത്നി മഹാവിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മി. അവ്യാഹതാം ഇളക്കം തട്ടാത്ത ശ്രിയം സമ്പത്തും നൽകി പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാ ബ്രഹ്മമയം വർമ്മ ഭാരതി ഹാരമുത്തമം ഹരിസുദർശനം ചക്രം തത്പത്ന്യവ്യാഹതാം ശ്രിയം. 17-ാമത്തെ ശ്ലോകം. ദശചന്ദ്രമസിം രുദ്രഃ ശതചന്ദ്രം തഥാ അംബിക
सोमः अमृतमयान् अश्वान् त्वष्टा सोमो अमृतमयान् अश्वान् त्वष्टा रूपाश्रयं रथम् रुद्रः ശ്രീരുദ്രൻ ദശചന്ദ്രം 10 ചന്ദ്രക്കലയുള്ള അസി വാളിനെയാണ് രുദ്രൻ കൊടുത്തത്. തഥാ അതുപോലെ അംബിക പാർവതീദേവി ശതചന്ദ്രം 100 ചന്ദ്രന്റെ ചിഹ്നമുള്ള പരിച കൊടുത്തു. സോമഹ സോമദേവൻ അമൃതമയങ്ങളായിട്ടുള്ള അശ്വാൻ കുതിരകളെയും ത്വഷ്ടാവ് എന്ന ദേവൻ രൂപാശ്രയം നല്ല സുന്ദരമായിട്ടുള്ള രഥം തേരിനെയും കൊടുത്തു. ദശചന്ദ്രമസിം രുദ്ര ശതചന്ദ്രം തഥാംബിക സോമോമൃതമയാനശ്വാൻ സ്തുഷ്ടാ രൂപാശ്രയം രഥം. 18ാമത്തെ ശ്ലോകം. അഗ്നിരാജഗവം ചാപം സൂര്യഃ രശ്മിമയാനിഷൂൻ ഭൂഃ പാദുകേ യോഗമയ്യൗ ദ്യൗഃ പുഷ്പാവലിമന്വഹം. അഗ്നിദേവൻ ആജഗവം ആടിൻ്റെയും ഗോവിൻ്റെയും കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ചാപം വില്ലാണ് കൊടുത്തത്. സൂര്യദേവൻ അതിൽ പ്രയോഗിക്കാനുള്ള രശ്മിമയാൻ നല്ല പ്രകാശമയങ്ങളായ ഇഷൂൻ ശരങ്ങളെ കൊടുത്തു. ഭൂമിദേവി യോഗമയ്യൗ ദിവ്യശക്തിയുള്ള പാതുകെ 2 മെതിയടികൾ കൊടുത്തു. ഇതിൻ്റെ പ്രത്യേകത ഇത് കാലിലിട്ടാൽ തന്നെ എവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരുമെന്നാണ്. അതാണ് യോഗമയ്യൗ എന്ന് പറഞ്ഞത്. ദിവ്യശക്തിയുള്ള പാതുകങ്ങൾ കൊടുത്തു. ദ്യൗഹു അന്തരീക്ഷ ദേവത അന്വഹം ദിനംതോറും സ്വാഭാവികമായിട്ടുള്ള ഒരു പുഷ്പാർച്ചന കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെ, അതാണ് അന്വഹം, എല്ലാ ദിവസവും പുഷ്പാവലി എന്ന, അതായത് പുഷ്പം കൊണ്ടുള്ള ഒരു അഭിഷേകം പോലെ ഒരു കാര്യം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. അഗ്നിരാജഗവം ചാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാദുകേ യോഗമയ്യൗ ദ്യൗ പുഷ്പാവലിമന്വഹം. 19ാമത്തെ ശ്ലോകം. നാട്യം സുഗീതം വാദിത്രമന്തർധാനം ച ഖേചരാഃ ഋഷയഃ ച ആശിഷഃ ഋഷയശ്ചാശിഷഃ സത്യാഃ സമുദ്രഃ ശംഖമാത്മജം. ഖേചരാഃ ആകാശത്തിൽ ചരിക്കുന്ന വിദ്യാധരാദി ദേവകൾ. നാട്യം സുഗീതം വാദിത്രം നൃത്തം സംഗീതം വാദ്യം എന്നീ കലാകൗശല വിദ്യയെ ആണ് രാജാവിന് കൊടുക്കുന്നത്. അതുപോലെ അന്തർധാനം ചെയ്യാനുള്ള ആ ഒരു കഴിവ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് ഈ വിദ്യാധരന്മാർക്ക് ഉള്ളതുകൊണ്ട് ആ വിദ്യ രാജാവിനും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തിരസ്കരണീ വിദ്യയെയും ഇനി ഋഷിമാർ സത്യാഹ ഒരിക്കലും വിഫലമാകാത്ത ആശിഷഃ ആശീർവാദങ്ങളെയും ഇനി സമുദ്രം ആത്മജം സമുദ്രത്തിൽ നിന്നുണ്ടായ ശംഖിനെയും നൽകി. നാട്യം സുഗീതം വാദിത്രമന്തർധാനം ച ഖേചരാഃ ഋഷയശ്ചാശിഷഃ സത്യാ സമുദ്രശംഖമാത്മജം. 20ാമത്തെ ശ്ലോകം. സിന്ധവഃ പർവതാഃ നദ്യോ രഥവീഥിഃ മഹാത്മനഃ സൂതഃ അഥ മാഗധോ ബന്ദി തം സ്തോതുമുപതസ്ഥിരേ. സിന്ധവഃ കടലുകളും പർവതാഃ
മലകളും നദ്യഃ പുഴകളും മഹാത്മനഃ മഹാത്മാവായിട്ടുള്ള ഈ പൃഥു മഹാരാജാവിന് രഥവീഥി തേര് പോകാനുള്ള വീഥികളെ കൊടുത്തു എന്നാണ്. അതായത് കടലുകളും താണ്ടിപ്പോകാം, മലകളും താണ്ടിപ്പോകാം, പുഴകളും, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ താണ്ടിപ്പോകാനുള്ള ഒരു അവകാശം, ഒരു അനുവാദം കൊടുക്കുകയാണ് ഇവരൊക്കെ തന്നെ. ഇങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അധ അനന്തരം രാജാവിനെ സ്തുതിക്കാനായിട്ട് സൂതഃ മാഗധഃ ബന്ദി, ഇവരൊക്കെയാണ് സ്തുതി പാഠകന്മാർ. സൂതൻ, മാഗധൻ, ബന്ദി ഇവരൊക്കെ തം സ്തോതും രാജാവിനെ വാഴ്ത്തിപ്പാടുവാൻ രാജാവിന്റെ അടുത്തേക്ക് ഉപതസ്ഥിരേ വന്നു ചേർന്നു. സിന്ധവ പർവതാ നദ്യോ രഥവീധിർമഹാത്മന സൂതോധമാഗധോ ബന്ദി തം സ്തോതുമുപതസ്ഥിരേ. 21-ാമത്തെ ശ്ലോകം. സ്ഥാവകാൻ താൻ അഭിപ്രേത്യ, സ്ഥാവകാൻ സ്ഥാൻ അഭിപ്രേത്യ പൃഥുഃ വൈന്യഃ, പൃഥുർവൈന്യഃ പ്രതാപവാൻ മേഘനിഹ്രാദയാ വാച പ്രഹസൻ ഇദം അബ്രവീത്, പ്രഹസൻ ഇദം അബ്രവീത്. വൈന്യഃ വേനപുത്രനും പ്രതാപവാൻ പ്രതാപശാലിയും ആയ പൃഥുഃ, പൃഥു ചക്രവർത്തി താൻ, ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് വന്ന അവരെ, ഈ മാഗധന്മാരെ, സൂതനെയൊക്കെ തന്നെ സ്ഥാവകാൻ സ്തുതിക്കുവാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് അഭിപ്രേത്യ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മേഘനിഹ്രാദയ, നല്ല മുഴക്കമുള്ള ശബ്ദം, ഇടിമുഴക്കം പോലെയുള്ള, മേഘനാദം പോലെയുള്ള വാച വാക്കുകളെ കൊണ്ട്, എന്നാൽ പ്രഹസൻ ചിരിച്ചുകൊണ്ട്, ഇദം അബ്രവീത് ഇപ്രകാരം അവരോട് പറയുകയാണ്. സ്ഥാവതാൻ സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യ പ്രതാപവാൻ മേഘനിഹ്രാദയാ വാച പ്രഹസൻ ഇദമബ്രവീത്. പൃഥുഃ ഉവാച, പൃഥുരുവാച. 22-ാമത്തെ ശ്ലോകം. ഭോ സൂത ഹേ മാഗധ സൗമ്യ ബന്ദിൻ ലോകേ അധുനാ, ലോകേ അധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത് കിം ആശ്രയഃ, കിം ആശ്രയോ മേ സ്തവ ഏഷ യോജ്യതാം മാ മയി അഭൂവൻ, മയി അഭൂവൻ വിതഥാ ഗിരഃ ഗിരോ വഹ. ഭോ സൂത, അല്ലയോ സൂത, ഹേ മാഗധ സൗമ്യ ബന്ദിൻ, സാധുശീലനായ ഹേ ബന്ദിൻ, ഈ ലോകെ ലോകത്തിൽ സ്പഷ്ടഗുണസ്യ തെളിഞ്ഞു കഴിഞ്ഞ ഗുണങ്ങൾ ആയിത്തീർന്നാൽ മാത്രം, അതായത് ഞാനിപ്പോൾ ശരിക്കു പറഞ്ഞാൽ ജനിച്ചിട്ടേ ഉള്ളൂ, അത് സാധാരണ രീതിയിലുള്ള ജനനമല്ലെങ്കിൽ കൂടെ ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു യുവാവിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും ഞാൻ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഈ ലോകത്തിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തിന്? എനിക്ക് പോലും അറിയില്ല എന്നിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് എപ്പോഴാണോ എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നത്, അതുപോലെ ഈ ലോകത്തിനും ബോധ്യപ്പെടുന്നത്, അപ്പോൾ മാത്രം മേ സ്തവഹാസ്യാത്, എന്നെക്കുറിച്ച് സ്തുതിക്കാം. ഇതാണ് ശരിയായ ഒരു മഹാത്മാവ്. മഹാത്മ്യം സ്വയം ഇല്ലാത്തവരാണ് തന്നെക്കുറിച്ച് ആളുകൾ സ്തുതി പാടണം എന്ന് ആഗ്രഹിക്കുക. യഥാർത്ഥത്തിൽ മഹാത്മ്യം ഉള്ള ഒരാൾക്ക് ഒന്നാമത്തെ കാര്യം അതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് അവർക്ക് സ്വയം ബോധ്യമുണ്ടാകും. അങ്ങനെ ബോധ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതൊക്കെ തൻ്റെ കഴിവാണ് എന്ന് തോന്നുകയേയില്ല, അവരങ്ങനെ ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അരോചകമാണ്. അതാണ് ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നത്, നിങ്ങൾ എന്താണ് സ്തുതിക്കാൻ പോകുന്നത്? ഞാൻ എന്തെങ്കിലും കഴിവ് തെളിയിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് അധുന, ഇപ്പോൾ, മേ, എനിക്കായി കൊണ്ടുള്ള ഏഷഹ, ഈ സ്തുതി,
കിമാശ്രയ, ഏതിനെ ആശ്രയമാക്കിയിട്ടാണ് യോജ്യതാം, നിങ്ങൾ യോജിപ്പിക്കുക. അതായത് എനിക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നെ സ്തുതിക്കാൻ പോകുന്നത്. അതിന് എന്തെങ്കിലും ഞാൻ തെളിയിക്കണ്ടേ? കാരണം ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ സ്തുതിച്ചു, പക്ഷെ നാളെ ഞാൻ അതിന് വിപരീതമായി പെരുമാറിയാലോ? അതുകൊണ്ട് ഒരിക്കലും വഹഗിരഹ, നിങ്ങളുടെ മൊഴികൾ മൈ, എൻ്റെ കാര്യത്തിൽ വിദധാഹ, യഥാർത്ഥങ്ങളല്ലാതായി മ അഭൂവൻ, ആയിത്തീരരുത്. അതായത് ഇന്ന് എനിക്കുണ്ടാകാം എന്ന് വിചാരിച്ച് നിങ്ങൾ പാടുന്ന സ്തുതികൾ നാളെ ഒരു പക്ഷേ അയഥാർത്ഥമായിട്ട് വന്നാൽ നിങ്ങളുടെ വാക്കുകൾ അസത്യങ്ങളായി ഭവിച്ചേക്കാം. അങ്ങനെ ആവാതിരിക്കട്ടെ, അങ്ങനെ ആവരുത്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ സ്തുതിക്കേണ്ടതില്ല. ഞാൻ എന്താണെന്ന് ആദ്യം ഞാനൊന്ന് തെളിയിക്കട്ടെ, അത് എനിക്ക് തന്നെ ഒന്ന് ബോധ്യമാവട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ആവാം. ഭോ സൂത ഹേ മാഗധ സൗമ്യാ ബന്ധിം ലോകേധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത് കിമാശ്രയോ മേ സ്തവ യേഷ യോജ്യതാ മാമയ്യഭൂവൻ വിദധാ ഗിരോ വഹ. 23-ാമത്തെ ശ്ലോകം. തസ്മാത് പരോക്ഷേ അസ്മദ് ഉപശ്രുതാനി അലം, പരോക്ഷേ അസ്മദ് ഉപശ്രുതാന്യലം കരിഷ്യഥ സ്തോത്രം അപീച്യവാചഃ, സ്തോത്രം അപീച്യവാചഃ സതി ഉത്തമശ്ലോകഗുണാനുവാദേ, സത്യുത്തമശ്ലോകഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാഃ. തസ്മാത്, അതുകൊണ്ട്, അതായത് നിങ്ങൾ കാണാത്ത ഗുണത്തെക്കുറിച്ച് പറയാതെ, പറഞ്ഞാൽ അത് പിന്നീട് തെറ്റിപ്പോയാലോ, അതുകൊണ്ട് പരോക്ഷേ, ഇനി കാലാന്തരത്തിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള കഴിവ് തെളിയിച്ചാൽ തീർച്ചയായും അസ്മദ് ഉപശ്രുതാനി, നമ്മെ സംബന്ധിച്ച കീർത്തികളെ സ്തോത്രമായിട്ട് അലം, ധാരാളമായിട്ട്, നിങ്ങൾക്ക് എന്താണോ എത്രയാണോ വേണ്ടത് അങ്ങനെ കരിഷ്യഥ, ചെയ്തുകൊള്ളുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ കഴിവുകളെ തെളിയിച്ചിട്ടാണ് നിങ്ങൾ സ്തുതിക്കുന്നതെങ്കിൽ അത് സത്യവാക്കായി തീരുന്നതാണ്. അപീച്യവാചഃ, ഹേ സുവചസ്സുകളെ, നല്ല വാക്കുകൾ മാത്രം സ്തുതി പാടുന്നവരെ, യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളത് ആ ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോഴും അവിടെ ക്രെഡിറ്റ് ഭഗവാനാണ്. ആ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. എപ്പോഴും ആ ഭഗവാന്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചല്ലോ എന്ന് വിനയാന്വിതനായിരിക്കാനാണ് യഥാർത്ഥ മഹാത്മാക്കൾ ആഗ്രഹിക്കുക. അതാണ് ഉത്തമ ശ്ലോക ഗുണാനുവാദേ, ആ ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഗുണങ്ങളെ എടുത്തു പറയുക എന്നത് സതി, അതൊരു കർത്തവ്യമായിരിക്കെ. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളും ഭഗവത് അനുഗ്രഹം ലഭിച്ച പുണ്യാത്മാക്കളുടെ ഗുണങ്ങളും മാത്രമാണ് നിങ്ങളെ പോലുള്ളവർ പാടേണ്ടത്. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം പാടാൻ. അങ്ങനെ ഒരാളെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ആൾ അത് തെളിയിച്ച ആളായിരിക്കണം. അല്ലാതെ ഒരിക്കലും ജുഗുപ്സിതം, ഇതൊന്നുമല്ലാതെ ഒന്നിനും കൊള്ളാത്ത ഒരാളെ സഭ്യാഹ, സുയോഗ്യന്മാർ ന സ്തവയന്തി, സ്തുതി ചെയ്യുകയില്ല. ഒരാൾ തൻ്റെ കഴിവ് തെളിയിച്ചിട്ട് നിങ്ങൾ സ്തുതിച്ചോളൂ, അല്ലാതെ ആരെയും സ്തുതിക്കരുത്. കാരണം അത് പിന്നീട് മറിച്ചായാൽ നിങ്ങളുടെ സുവാക്കുകളാണ് നിങ്ങൾ എന്ന നിങ്ങളുടെ കീർത്തിക്ക് ഭംഗം വരുന്നതാണ്. തസ്മാത് പരോക്ഷേ സ്മദുപശ്രുതാന്യലം കരിഷ്യഥ സ്തോത്രമപീച്യ വാച സത്യുത്തമ ശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം ന സ്തവയന്തി സഭ്യാഃ.
24-ാമത്തെ ശ്ലോകം. മഹത് ഗുണാൻ ആത്മനി, മഹത് ഗുണാൻ ആത്മനി കർത്തുമീശഃ കഹ സ്ഥാവകൈഃ സ്ഥാവയത്തെ അസതഃ അപി സ്ഥാവയത്തെ അസതോപി തേ അസ്യ അഭവിഷ്യൻ ഇതി വിപ്രലബ്ധഃ വിപ്രലബ്ധോ ജനാവഹാസം കുമതിഃ ന വേദ കുമതിർന വേദ. മഹത് ഗുണാൻ, മഹത്തായിട്ടുള്ള ഗുണങ്ങളെ ആത്മനി തന്നിൽ കർത്തും ഉളവാക്കുവാൻ ഈശഃ അപി കഴിവുള്ളവനാണ് എന്നിരിക്കലും, ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ ആയേക്കാം, എന്നാൽ പോലും ഇപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ തെളിയിക്കാത്ത സ്ഥിതിക്ക്, അതാണ് അസതഃ, ഇപ്പോൾ ഇല്ലാത്തവയെ കുറിച്ച് സ്ഥാവകൈഹി സ്തുതി പാഠകന്മാരെ കൊണ്ട് കഹ ബുദ്ധിയുള്ള ആരാണ് സ്ഥാവയതേ സ്തുതി ചെയ്യിക്കുക. അപ്പോൾ ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ് എന്നർത്ഥം. തേ ഈ ഗുണങ്ങളൊക്കെ അസ്യ ഇവന് അഭവിഷ്യൻ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇതി എന്ന് കരുതി വിപ്രലബ്ധഃ ഈ സ്തുതി പാടുന്നവർ വിഡ്ഢികളായിട്ട് കുമതിഹി ബുദ്ധി കെട്ടവൻ ഇങ്ങനെയൊക്കെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്തുതിക്കുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ജനാവഹാസം ജനങ്ങളുടെ പരിഹാസത്തെ ന വേദ അറിയുന്നില്ല. ഇങ്ങനെ കഴിവ് തെളിയിക്കാത്ത ഒരാളെ വെറുതെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ആ സ്തുതിക്കുന്നവരും സ്തുതിക്കപ്പെടുന്നവരും ബുദ്ധിയുള്ള ജനങ്ങളാൽ പരിഹസിക്കപ്പെടുന്ന കാര്യം ഇവർ അറിയുന്നില്ല. ഇവർ ഒരു മൂഢസ്വർഗത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. മഹത് ഗുണാനാത്മനി കർത്തുമീശ കസ്താവകൈ സ്ഥാവയത്തെ സതോപി തേസ്യാഭവിഷ്യന്നിതി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. തന്റെ കഴിവ് തെളിയുന്ന കാലത്ത് നിങ്ങൾ വേണമെങ്കിൽ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും പൃഥു മഹാരാജാവ് പറയുകയാണ്, യഥാർത്ഥത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ മുഖസ്തുതിയെ വെറുക്കുന്നു. 25-ാമത്തെ ശ്ലോകം. പ്രഭവഃ പ്രഭവോ ഹി ആത്മനഃ സ്തോത്രം ജുഗുപ്സന്തി ജുഗുപ്സന്ത്യപി വിശ്രുതാഃ ഹ്രീമന്തഃ പരമോദാരാഃ പൗരുഷം വാ വിഗർഹിതം. ഇനി ശരിക്കും പരമോദാരാഹ അത്യുദാരന്മാരും പ്രഭവഃ എല്ലാ അർത്ഥത്തിലും കഴിവുള്ളവരും വിശ്രുതാഹ വിഖ്യാതന്മാരായാൽ പോലും അപി അങ്ങനെ ആയിരുന്നാൽ പോലും ഹ്രീമന്തഃ ഈ മറ്റുള്ളവരാൽ സ്തുതി പാടിക്കുക എന്നത് അവനവനെ ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമാണ് ശരിക്കും. അതുകൊണ്ട് അതിൽ ലജ്ജയുള്ളവർ ഇങ്ങനെ പരസ്യമായി നിന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത് കേൾക്കാൻ ലജ്ജയുള്ള ആളുകൾ വിഗർഹിതം നിന്ദിതമായ പൗരുഷത്തെ എന്നതുപോലെ, അതായത് ഇല്ലാത്തത് നടിക്കുന്ന ആളുകളെ എന്നതുപോലെ ആത്മനഃ സ്തോത്രം തങ്ങളെ സ്തുതി പാടുന്നതിനെ ജുഗുപ്സന്തീഹി വെറുക്കുന്നു എന്നാണല്ലോ. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു തവണ പറയാം, അല്ലാതെ എല്ലാ ദിവസവും നിങ്ങളൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് കേൾക്കുന്നവർക്ക് അരോചകമാണ്. നിറകുടം തുളുമ്പില്ല എന്ന് പറയും. അപ്പോൾ നിറകുടമായിരിക്കുന്നവർക്ക് ആ കഴിവ്, അവരുടെ ഉള്ളിലെ ആ കഴിവ് തന്നെ അവരതിൽ ആനന്ദിക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു സ്തുതി പാടലിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ഇതില്ലാത്തവരാണ്, അതായത് പകുതി നിറഞ്ഞിരിക്കുന്ന കുടമാണ് ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ആളുകളാണ് തങ്ങൾക്കുള്ള ചെറിയ കഴിവിനെ വലുതാക്കി കാണിക്കാൻ ഇങ്ങനെ ആരാധകരെ വെച്ചിട്ട് തന്നെ
തങ്ങളെ സ്തുതിക്കൂ എന്ന് പറയിപ്പിച്ചിട്ട് സ്തുതിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളുകൾ ഈ സ്തുതിയെ പോലും അകറ്റി നിർത്താനാണ്, സ്തുതി പാഠകരെയൊക്കെ അകറ്റി നിർത്താനാണ് ആഗ്രഹിക്കുക. പ്രഭവോധ്യാത്മനസ്തോത്രം ജുഗുപ്സന്ത്യപി വിശ്രുതാഃ ഹ്രീമന്ത പരമോദാര പൗരുഷം വാ വിഗർഹിതം. എല്ലാ കഴിവുകൾ ഉണ്ടായാൽ പോലും യഥാർത്ഥത്തിലുള്ള മഹാത്മാക്കൾ തങ്ങളെ കുറിച്ച് ആളുകൾ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നതേയില്ല. അപ്പോൾ പിന്നെ ഒന്നുമാവാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സ്തുതി പാടിപ്പിക്കുക? അതാണ് 26ാമത്തെ ശ്ലോകം. വയം തു അവിദിത ത്വവിദിത ലോകേ സൂതാ അദ്യാപി വരീമഭിഃ കർമ്മഭിഃ കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. ഹേ സൂത, അദ്യാപി ഇപ്പോഴും നിങ്ങൾ എന്നെ സ്തുതിക്കാൻ പോകുന്നു, പക്ഷെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ തെളിയിച്ചിട്ടില്ല. ഇപ്പോഴും വരീമഭിഃ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളാൽ ലോകത്തിൽ അവിദിതാഹ പ്രസിദ്ധി ആർജിച്ചിട്ടില്ല. എന്നെക്കുറിച്ച് ആർക്കും ഒന്നും തന്നെ അറിയില്ല. അങ്ങനെയുള്ള വയം തു നാം ആകട്ടെ എന്നെ സ്തുതിക്കൂ എന്ന് ബാലവത് കുട്ടികളെ പോലെ, അതായത് ചൈൽഡിഷ് എന്ന് പറയുന്നത് പോലെ, ഈ ഇത്തരം കുട്ടികളാണ് ശരിക്കും ഈ സ്തുതി പാടലൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വലിയ ആളുകളാണ്, മഹാത്മാക്കളാണെന്നൊക്കെ ഭാവിക്കുന്നവർ, അവരുടെ മനസ്സ് അത്രയും ബാലിശമാണ് എന്നാണ് അതിനർത്ഥം. അവർ ഈ സ്തുതി പാടുന്നത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരുടെ മനസ്സിൽ ആ കുട്ടിത്തം എന്നത് നിഷ്കളങ്കതയുടെ പര്യായമായിട്ടല്ല, എന്നെ ആളുകൾ സ്തുതിക്കണം എന്ന ആ ബാലിശമായ ചിന്താഗതിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബാലവത് കുട്ടികളെ പോലെ കഥം എങ്ങനെ ആത്മാനം എന്നെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് ഗാപയിഷ്യാമ ഗാനം ചെയ്യിപ്പിക്കും. എന്നെക്കുറിച്ച് ഈ ലോകത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ട് വരാനിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പലപ്പോഴും അത് അപഹാസ്യമായി തീരും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്തുതിക്കാം. അപ്പോഴും പൃഥു മഹാരാജാവ് ഓർമ്മിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ ശരിയായ മഹാത്മാക്കൾ ഈ സ്തുതി പാടൽ പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും അത് അവനവന്റെ മനസ്സന്തോഷത്തിനാണ്. അതല്ലാതെ തന്നെ ഈ ലോകം പുകഴ്ത്തണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല യഥാർത്ഥ മഹാത്മാവ് ഒരു കാര്യവും ചെയ്യുക. അങ്ങനെ പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അയാളുടെ ചിന്താഗതി വളരെ ബാലിശമാണ് എന്നാണ്. എങ്കിൽ പോലും ഞാൻ അവസരം തരാം, ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ. കാരണം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇങ്ങനെ രാജാക്കന്മാരെ സ്തുതിക്കുക എന്നത്. അപ്പോൾ അതിനൊരു അവസരം ഞാൻ തരാം, പക്ഷെ ഇപ്പോഴല്ല എന്ന് പൃഥു മഹാരാജാവ് അവരോട് പറയുകയാണ്. ഈ ഒരു സംഭാഷണത്തിലൂടെ തന്നെ പൃഥു മഹാരാജാവ് സ്വയമേവ തൻ്റെ മഹാത്മ്യത്തെ വെളിവാക്കിയിരിക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തോടുകൂടെയാണ് ഈ 15ാം അധ്യായം അവസാനിക്കുന്നത്. വയം ത്വവിദിതാ ലോകേ സൂതാദ്യാപി വരീമഭിഃ കർമ്മഭിഃ കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे पृथुचरिते 15ोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।
हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण।